ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിയാക്കി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി വിചാരണ ഉടനടി റദ്ദാക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടൽ അവസാനിപ്പിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ രക്ഷിക്കുവാൻ പോകുന്നത് അമേരിക്കയായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിലെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിൽ ഒന്നാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് നെതന്യാഹുവിനെതിരായ വിചാരണ തുടരുന്നതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. ഇസ്രായേൽ രാജ്യം അവരുടെ മഹാനായ യുദ്ധകാല പ്രധാനമന്ത്രിക്കെതിരായ പരിഹാസ്യമായ വേട്ടയാടൽ തുടരുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇസ്രായേലിന്റെ വളരെ ശക്തവും ബുദ്ധിമാന്മാരുമായ ഒരു ദീർഘകാല ശത്രുവിനോട് യുദ്ധം ചെയ്തുകൊണ്ട് ഞാനും ബിബിയും ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. പുണ്യഭൂമിയോടുള്ള സ്നേഹത്തിൽ ബീബിക്ക് ഇതിലും മികച്ച കർക്കശക്കാരനോ ശക്തനോ ആകാൻ കഴിയുമായിരുന്നില്ല എന്ന് ട്രംപ് കുറിച്ചു. നെതന്യാഹു ഒരു യോദ്ധാവാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നെതന്യാഹു ഒരു യോദ്ധാവായിരുന്നു, ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ്. അതിന്റെ ഫലം ആരും സാധ്യമാണെന്ന് കരുതാത്ത ഒന്നായിരുന്നു. ലോകത്തെവിടെയും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഏറ്റവും വലുതും ശക്തവുമായ ആണവായുധങ്ങളുടെ പൂർണ്ണമായ ഉന്മൂലനം. അത് സംഭവിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. ഇങ്ങനെയൊക്കെയായിട്ടും ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രേരിത കേസിന്റെ തുടർച്ചയ്ക്കായി നെതന്യാഹുവിനെ തിങ്കളാഴ്ച കോടതിയിലേക്ക് വിളിച്ചിരുന്നു എന്നറിഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിത്. അദ്ദേഹത്തിന് വലിയ ദോഷം വരുത്തുവാൻ വേണ്ടിയുള്ള അന്യായമായ ആരോപണങ്ങളാണിത്. ഇത്രയധികം സംഭാവനകൾ നൽകിയ ഒരാൾക്കെതിരായ ഇത്തരം വേട്ടയാടൽ തനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. ഇതിനേക്കാൾ വളരെ മികച്ചത് അദ്ദേഹം അർഹിക്കുന്നു. അതുപോലെ ഇസ്രായേൽ രാജ്യവും. നെതന്യാഹുവിന്റെ വിചാരണ ഉടനടി റദ്ദാക്കണം. രാജ്യത്തിനു വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്ത ഒരു മഹാനായ വീരന് മാപ്പ് നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെ രക്ഷിച്ചത് യുഎസ് ആണ്. ഇപ്പോൾ നെതന്യാഹുവിനെ രക്ഷിക്കുവാൻ പോകുന്നതും അമേരിക്കയായിരിക്കും. ഈ നീതിയുടെ ദുരന്തം അനുവദിക്കാനാവുന്നതല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലവിൽ 3 അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്നുണ്ട്. കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ ആരോപണങ്ങളാണ് നെതന്യാഹുവിനെതിരെയുള്ളത്. ഇതുകൂടാതെ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ യുദ്ധക്കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്.